ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു ഐതിഹ്യ കഥാപാത്രമാണ് ഒടിയൻ. പണ്ട് കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഇരുളിന്റെ മറവിൽ ഒടിവിദ്യ പ്രയോഗിച്ച് ആളുകളെ അപായപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നവരാണ് ഒടിയന്മാർ. നാടോടി കഥകളും അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്ന പഴയ കാലഘട്ടത്തിലെ വാമൊഴികളിലൂടെയാണ് ഒടിയന്റെ കഥ പ്രചാരം നേടിയത്. പഴങ്കഥകളിൽ പറയുന്നത് പോലെ കാളയായും പോത്തായും നരിയായും എല്ലാം വേഷപ്രശ്നരായി ഒടിയന്മാർ ഇരുട്ടിന്റെ മറവിൽ ആളുകളെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ധാരാളം കഥകളും ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. പാണൻ, പറയൻ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ടവരാണ് ഒടിയന്മാരായി മാറിയിരുന്നത്. ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിന്റെ ഭാഗങ്ങളിലായി പുരട്ടി മന്ത്രമുച്ചരിക്കുന്നതിനനുസരിച്ച് ഒടിയന്മാർ കാള, പോത്ത്, നരി അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രൂപം ഏതാണോ അതിലേക്ക് സന്നിവേശിക്കുന്നതായി പറയപ്പെടുന്നു. വിവസ്ത്രനായി ശുദ്ധിയോടെ ചെയ്താലാണ് ഈ പ്രവൃത്തിക്ക് പൂർണ്ണ ഫലപ്രാപ്തി കൈവരുന്നതെന്ന് ഓടിമറിയുന്നവർ വിശ്വസിച്ചിരുന്നു. ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളും തെളിവുകളും ഇതിനില്ലെങ്കിലും ഒരു കാലത്ത് നാടോടി കഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അഭിവാജ്യ ഘടകമായിരുന്നു ഒടിയൻ. അമാവാസി ദിനമാണ് ഒടിവിദ്യയ്ക്കായി ഒടിയന്മാർ തിരഞ്ഞെടുത്തിരുന്നത്. പലപ്പോഴും ഒടിവിദ്യ ഏൽക്കുന്ന ആൾ അവരറിയാതെ തന്നെ മരണത്തിലേക്കോ അമിത ഭയത്തിലേക്കോ മാനസിക നില തെറ്റിയോ എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒടിവിദ്യ എന്നത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നു. മാടൻ, മറുത, യക്ഷി എന്നിവരൊക്കെ മനുഷ്യ മനസ്സിൽ ഭീതി സൃഷ്ടിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് മനുഷ്യകുലത്തിൽ നിന്നൊരു ഭീകരൻ ജനമനസ്സുകളിൽ ഭയത്തിന്റെ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒടിയന്മാർക്ക് ആക്രമിക്കുവാനോ കൊല്ലുവാനോ സാധിക്കാത്ത തരത്തിലുള്ള പ്രബലരായ അല്ലെങ്കിൽ മെയ്വഴക്കമുള്ള കളരി അഭ്യാസികളായ ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന അതിവിദഗ്ധനായ ഒടിയനെ വെള്ളൊടികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഇവർ നടത്തുന്ന ഒടിവിദ്യയിൽ നിന്നും ഇരകൾക്ക് കളരി ചികിത്സയിലൂടെയോ മറുപടിയിലൂടെയോ രക്ഷപ്പെടാനുള്ള വിദൂരമായ സാധ്യത പോലും ഉണ്ടായിരുന്നില്ല. ഒടിമറയുക എന്നാൽ വേഷപ്രശ്നനാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. രൂപമാറ്റത്തെക്കുറിച്ചും പലവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവരോട് മേലാളന്മാർ വളരെ മോശമായാണ് പെരുമാറിയിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും പോലും അവർ വെറുതെ വിട്ടിരുന്നില്ല. ഇതിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഒടിയൻ രൂപപ്പെട്ടത്. മണ്ണ് കുഴച്ചൊരു ബിംബമുണ്ടാക്കി അത് തീയിലിട്ട് കരിച്ചെടുത്ത ശേഷം ആ ബിംബത്തിന് കരിങ്കുട്ടി എന്ന പേരും നൽകി. കരിങ്കുട്ടിയോടുള്ള സ്ഥിരമായ ഉപാസന മൂലം ആ ബിംബത്തിന് ശക്തി വരികയും അത് പാണന് ഇഷ്ടവരം നൽകുകയും ചെയ്തു. തങ്ങളെ ദ്രോഹിക്കുന്നവരെ ഇഷ്ടരൂപത്തിൽ ചെന്ന് മായാജാലം കാണിച്ച് പേടിപ്പിക്കുകയും വേണമെങ്കിൽ ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതിനുള്ള വരം കരിങ്കുട്ടി നൽകി. എന്നാൽ അതിനായുള്ള ശക്തി ലഭിക്കുന്നതിനുള്ള മരുന്ന് തയ്യാറാക്കേണ്ടതായി ഉണ്ടായിരുന്നു. അതിനായുള്ള വിദ്യകളും കരിങ്കുട്ടി പാണന് പറഞ്ഞു കൊടുത്തു. അത് വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അവർ തയ്യാറായിരുന്നു. ഒടിമരുന്ന് തയ്യാറാക്കുന്നതിന് കടിഞ്ഞൂൽ ഗർഭമുള്ള അന്തർജനത്തിന്റെ മറുപിള്ളയെ തന്നെ വേണമായിരുന്നു. ഇത്തരത്തിലുള്ള അന്തർജനങ്ങളെ കണ്ടെത്തി മയക്കിയ ശേഷം മുളങ്കത്തി ഉപയോഗിച്ച് വയറ് കീറി മറുപിള്ളയെ പുറത്തെടുക്കുന്നതാണ് രീതി. മറുപിള്ളയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മരുന്ന് ആകെ 2-3 തുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചില പച്ചിലകളുമായി ചേർത്ത് ചെവിയുടെ പുറകിൽ തേച്ചു പിടിപ്പിച്ചായിരുന്നു ഒടിവിദ്യ നടത്തിയിരുന്നത്. ശത്രുനാശം തന്നെയാണ് പ്രധാനമായും ഒടിയൻ വിദ്യകളുടെ ലക്ഷ്യം. ഇതിനു വേണ്ടി അവർ അതികഠിനമായ വ്രതാനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു. ശത്രുനാശത്തിന് ശേഷം കലിയടങ്ങാതെ വീട്ടിൽ തിരിച്ചെത്തുന്ന ഒടിയന്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ ഒടിയന് സ്വരൂപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒടിയന്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിക്കാൻ കഴിയാതിരുന്നാൽ വീട്ടിലെ സ്ത്രീയെയും ഒടിയൻ കൊലപ്പെടുത്തുമെന്നായിരുന്നു വിശ്വാസം. ഒടിവിദ്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒടിയന് അസാധാരണമായ കാഴ്ചശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അതിനായി നത്തിന്റെ തലയിൽ നിന്ന് എടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു മഷി അവർ കണ്ണിൽ പുരട്ടുമായിരുന്നു. ഇതവർക്ക് അസാധാരണമായ കാഴ്ചശക്തി നേടിക്കൊടുക്കുന്നു എന്നാണ് വിശ്വാസം. രാത്രിയിൽ വേഷം മാറിയോ അദൃശ്യനായോ ശത്രുവിനെ കാത്തിരുന്ന് ഒടിവിദ്യ പ്രയോഗിച്ച് അവരുടെ കഴുത്തൊടിക്കുന്നു. ഇത്തരത്തിൽ ചെയ്യുന്നയാൾക്ക് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ മൃതപ്രായനായി കാലങ്ങളോളം കിടന്ന് പിന്നീട് മരണപ്പെടുകയാണ് ചെയ്യുക. ഒടിയൻ മൃഗങ്ങളുടെ രൂപത്തിലാണ് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഒടിയനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചില വശങ്ങൾ കാരണവന്മാർ ഉപയോഗിച്ചിരുന്നു. ഏതെങ്കിലും മൃഗത്തിന്റെ രൂപത്തിലാണ് ഒടിയൻ ആക്രമിക്കാൻ എത്തുന്നതെങ്കിൽ ആ മൃഗം പൂർണ്ണ രൂപത്തിലായിരിക്കില്ല. ചിലപ്പോൾ ഒരു കൊമ്പിന്റെയോ വാലിന്റെയോ ചെവിയുടെയോ ഒക്കെ കുറവുണ്ടായിരിക്കും. ഇതിലൂടെ ഒടിയനെ കണ്ടെത്തി തിരിച്ചാക്രമിക്കുന്നവരും കുറവല്ലായിരുന്നു. ഒടിയനെ പ്രതിരോധിക്കുന്നതിനും പണ്ടുള്ള കാരണവന്മാർ ചില വിദ്യകൾ കണ്ടെത്തിയിരുന്നു. ഒടിയന്റെ മുന്നിൽ അകപ്പെട്ടാൽ തിരിഞ്ഞോടുകയോ ഭയപ്പെടുകയോ ചെയ്യാതെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നഗ്നരാകും. പിന്നീട് ഒടിയന് ചുറ്റും വലം വെച്ച് ഒരു കളം വരച്ച് ഒടിയന്റെ മുഖത്തടിക്കും. ഇതിലൂടെ ചെവിയിൽ പുരട്ടിയിരിക്കുന്ന മരുന്നിന്റെ ശക്തി ഇല്ലാതാവുകയും ഒടിയൻ മൃഗരൂപം വെടിയുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ ഇരുളിന്റെ മറ പറ്റിയാണ് ഒടിയന്മാർ ഒടിവിദ്യയ്ക്ക് ഇറങ്ങിയിരുന്നത്. എന്നാൽ വൈദ്യുതി എത്തിയതോടെ ഒടിയന്മാരും ഒടിവിദ്യകളും നാട്ടിൻപുറങ്ങളിൽ നിന്നും അപ്രത്യക്ഷരായി. ഒടിമറയുന്നവർക്ക് രൂപഭേദം സംഭവിക്കുന്നതല്ല, മറിച്ച് വെറുമൊരു മാസ്മരിക വിദ്യയിലൂടെ കാഴ്ചക്കാർക്ക് മുന്നിൽ ഒരു ഭീകരജീവിയുടെ പ്രതീതി സൃഷ്ടിക്കുന്നതാണെന്നും പറയപ്പെടുന്നു. ഒടിയൻ എന്നത് ഒരു അന്ധവിശ്വാസമായിരുന്നില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ അടിച്ചമർത്തലുകളെ തിരിച്ചടിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്. ഇരുട്ടിന്റെ മറവിൽ പാതി മനുഷ്യനും പാതി മൃഗവുമായി ഒടിവിദ്യകൾ ചെയ്ത് ശത്രു
ശത്രുനാശത്തിനായി കാത്തിരുന്ന ഒടിയന്റെ കഥ ഓരോ ഇടവഴികൾക്കും ഇന്നും പറയാനുണ്ടാകും. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.